നവകേരള സദസ്സിൽ പങ്കെടുത്ത പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റും DCC മുൻ ജനറൽ സെക്രട്ടറിയും DCC മുൻ അധ്യക്ഷൻ ബാബു ജോർജും ജനറൽ സെക്രട്ടറിയായിരുന്ന സജി ചാക്കോയുമാണ് പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. നവകേരള സദസ് ജനകീയ പരിപാടിയാണെന്ന് ബാബു ജോർജ് പറഞ്ഞു. അതേസമയം പ്രഭാത യോഗത്തിൽ പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ നിര്യാണത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിട്ടുനിൽക്കുന്നത്. ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നത്തെ സദസ്സുകൾ എവിടെയൊക്കെയാണ്? നിലവിൽ ഈ പങ്കെടുത്ത മുൻ ഭാരവാഹികൾ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമാണോ? എന്താണ് വിവരങ്ങൾ? കോൺഗ്രസുമായി കഴിഞ്ഞ കുറച്ചു കാലമായി അകന്ന് നിൽക്കുന്നവരാണ് മുൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. എന്തായാലും പ്രഭാത യോഗത്തിന് അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തെ CPM ജില്ലാ സെക്രട്ടറി വലിയ ചുവന്ന ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. ഇതാണ് ഇന്ന് രാവിലത്തെ പ്രഭാത യോഗത്തിലെ ആദ്യത്തെ കാഴ്ച. ഫലത്തിൽ അവർ CPMലേക്ക് എന്നുള്ള സൂചനകൾ നൽകുന്ന കാഴ്ച തന്നെയാണ്. അവർ ഇതൊരു ജനകീയ സദസ്സാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ബാബു ജോസഫ് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും പത്തനംതിട്ട മാക്കാങ്കുന്ന് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ പാരിഷ് ഹാളിലാണ് പ്രഭാതയോഗം ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ കൂടി രാവിലെ 10:30 മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തും. അദ്ദേഹം വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുകയാണോ ചെയ്യുക? ഗവർണറുടെ വിഷയത്തിൽ എന്തായിരിക്കും നിലപാട്? പത്തനംതിട്ട ജില്ലയിൽ ഇനി 4 കേന്ദ്രങ്ങളാണ്. റാന്നി, ഒപ്പം തന്നെ ആറന്മുള മണ്ഡലത്തിലെ പരിപാടി രാവിലെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും. പിന്നീട് റാന്നിയും, കോന്നിയും, അടൂരും ഇന്ന് പരിപാടി. അങ്ങനെ 4 പരിപാടി ഉണ്ടാവും. ഇന്നലെ തിരുവല്ലയിലെ പരിപാടി പൂർത്തിയായിരുന്നു. ഈ കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. അവിടുത്തെ അസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം നമ്മുടെ പത്തനംതിട്ടയുടെ പ്രതിനിധി ശശി നാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു വലിയ പരാതി. ഇന്നും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്നും കാരണം സംസ്ഥാനത്തിൽ ഈ നവകേരള യാത്രയുമായി ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങൾ, ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് സ്വാഭാവികമായും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കേസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ അതിൻ്റെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലും അത്തരം പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യുവമോർച്ചയും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ ഈ മറ്റ് ഓരോ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികൾ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ഈ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ തന്നെ പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ രീതി, അതായത് യൂത്ത് കോൺഗ്രസും KSUം പോലുള്ള സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്. ശശി, ബാബു ജോസഫ് പങ്കെടുക്കുന്നു, അദ്ദേഹം പങ്കെടുക്കും, മുൻ DCC അത് കോൺഗ്രസ് ക്യാമ്പിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അലോസരപ്പെടുന്നതാണ്, അതോ കുറച്ച് കാലമായി തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ളതാണ് വിവരം, അല്ലേ? പത്തനംതിട്ട ജില്ലയിലെ DCC പ്രസിഡന്റാണ് ബാബു ജോർജ്. അദ്ദേഹം കുറച്ചു കാലമായി ഈ സംഘടനാപരമായുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് അദ്ദേഹത്തിനെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുമായി ബാബു ജോർജ് ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സമാന്തരമായി കോൺഗ്രസിന് ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു സംഘടന കോൺഗ്രസിൽ താൻ പോവില്ല, പക്ഷേ കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് സമാന്തരമായ ഒരു ഫൈറ്റ് ചെയ്യത്തക്ക രീതിയിൽ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയ ആള് വീണ്ടും കോൺഗ്രസിൽ തുടരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടി തന്നെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അതാണ് എൻ്റെ രസം. കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിട്ടും അദ്ദേഹത്തിന് സമാന ചിന്താഗതിയുള്ള ആൾക്കാരെ കൂട്ടുനിർത്തിക്കൊണ്ട് സംഘടന രൂപീകരിക്കുന്ന രീതിയിൽ ഒരു അവകാശവാദമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അതിനുശേഷം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നവകേരളവുമായി ബന്ധപ്പെട്ട് ബാബു ജോർജും DCC ജനറൽ സെക്രട്ടറി സജി ചാക്കോയും രണ്ടുപേരും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. കോൺഗ്രസിന്റെ ചുമതലയുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളായിരുന്നു. അവർ രണ്ടുപേരും സംഘടനാപരമായി പുറത്തു നിൽക്കുന്നക്കാരാണ്. അപ്പോൾ ഈ നവകേരള CPMൽ ഒരു വേദി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്, ഈ കിട്ടിയ ഒരു അവസരം മുതലാക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടി വരിക. തീർച്ചയായും അത് കാരണം കിട്ടിയ അവസരം അവർക്ക് CPMൽ കടക്കാനുള്ള സാഹചര്യം എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ ഹാരം അണിയിച്ചു സ്വീകരിച്ചപ്പോൾ തന്നെ CPMലേക്ക് രണ്ടുപേരും എത്തുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അഭിലാഷ്, അതൊക്കെ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ചില ഓരോ സ്ഥലങ്ങളിലും ചില രാഷ്ട്രീയമായ ചില അറ്റാക്കുകൾ കൂടി നടത്താൻ നവകേരള സദസ്സിലൂടെ ഈ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് കാണുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വാർത്തകൾ മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ അത് ഇതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ കനക്കുന്നത്, കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പറയുന്നത്, ഇതൊക്കെ ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി മറ്റു പാർട്ടികളിൽപ്പെട്ടവരെയൊക്കെ ഈ ഹാരമണിയിച്ച് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് കൂടി സ്വീകരിക്കുന്നത്. പക്ഷേ അതിനെ നമുക്ക് മാറ്റി നിർത്താം. നവകേരളം സർക്കാരിന്റെ പരിപാടിയാണ് എന്ന് ആവർത്തിക്കാം.